ഒരു കുഴപ്പവും കാണിച്ചില്ല സാറേ. ആർക്കും ഒരു സംശയവും തോന്നാത്ത രീതിയിലാണ് ഞങ്ങൾ പെരുമാറിയത്. അപ്പോ ആരായിരിക്കും ആ ഗുണ്ടകള്? ഇരട്ട സാറേ, ഗുണ്ടകള് സ്വാമിയുടെ ആൾക്കാർ തന്നെ, അല്ലാതെ വേറെ ആർക്കാ ഞങ്ങളോട് ഇവിടെ ശത്രുത? നിങ്ങൾ അവിടെ ചെന്നു എന്ന് സ്വാമി അറിഞ്ഞു എന്നല്ലേ? അതെ, വലിയ നെറ്റ്വർക്കാ സാറേ സ്വാമിക്ക് ഇവിടെ. ഞങ്ങളിവിടെ വന്നിട്ട് അധികം നാളായില്ലല്ലോ, എന്നിട്ട് സ്വാമി ഇത് മനസ്സിലാക്കി. ഇനിയിപ്പോ എന്ത് ചെയ്യൂരട്ടെ? സാറ് പറയുന്ന പോലെ ചെയ്യാം. അവന്മാര് ഭീഷണിപ്പെടുത്തിയ സ്ഥിതിക്ക് ഇനി അവിടെ നിൽക്കുന്നത് ബുദ്ധിയല്ല. എത്രയും പെട്ടെന്ന് അവിടുന്ന് പോരാൻ നോക്ക്, അതാ നല്ലത്. അപ്പോൾ അന്വേഷണം? അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ആദ്യം ജീവൻ രക്ഷിക്കാം, അതാണല്ലോ പ്രധാനം. ശരി സാറേ. എന്ത്? നമ്മൾ ഊഹിച്ചതിനേക്കാളും വലിയവനാക്ഷരേ ആ സ്വാമി. അയാളൊരു വ്യക്തിയല്ല, പ്രസ്ഥാനോ. അതെന്താ അങ്ങനെ പറഞ്ഞത്? കൂടുതലൊന്നും ചോദിക്കരുത്. ഇനി സ്വാമിയുമായിട്ട് ഇടപെടുമ്പോൾ സൂക്ഷിക്കണം. സൂക്ഷിക്കാനോ? ഞാനോ? അയാൾ എത്ര കൊമ്പത്തെ ആളായാലും ശരി, എനിക്കതൊരു പ്രശ്നമല്ല. ഡാഡിയുടെ അടുത്ത് നിന്ന് അയാളെ ഓടിക്കാതെ ഈ അക്ഷര ഇനി വിശ്രമിക്കില്ല. എവിടെ പോകുന്നു? രാവിലെ കെട്ടിയൊരുങ്ങി ഒന്ന് അമ്പലത്തിൽ. ആരെ കൊല്ലാൻ വേണ്ടി പ്രാർത്ഥിക്കാനാ പോകുന്നേ? കൊല്ലാനോ? എന്തായാലും മുത്തശ്ശിയല്ല. കേട്ടോടാ മനോഹര, ഇവളുടെ അഹമ്മതി. ഇങ്ങനെയാണോ പ്രായമുള്ള ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോ മറുപടി പറയേണ്ടത്? ചോദ്യം നന്നായിരിക്കണം, ഇല്ലെങ്കിൽ പ്രായമായാലും ഗൗനിക്കത്തില്ല. അല്ലെങ്കിൽ നീ ഇവളുടെ സൈഡാണല്ലോ അല്ലേ? ഞാനിത് ഓർത്തില്ലടോ. അച്ചോടോ, ഇവളൊന്നും അമ്പലത്തിൽ പോയിട്ട് ഒരു കാര്യമില്ല, ഐശ്വര്യം ഇല്ലാത്തവള്. എന്റെ അമ്മയ്ക്ക് ഇതല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഏതു നേരം നോക്കിയാലും ദേവിക മോളെ കുറ്റപ്പെടുത്തില്ല. ഈ പാവത്തിന് ഇങ്ങനെ നോയിക്കുന്നോണ്ടേ അമ്മയ്ക്ക് എന്തെങ്കിലും സുഖം കിട്ടുന്നുണ്ടോ? കിട്ടാറുണ്ടച്ചാ, അതുകൊണ്ടല്ലേ വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നിന്നെ വേദനിപ്പിച്ചിട്ട് കിട്ടുന്ന സന്തോഷം കൊണ്ടാണല്ലോ എനിക്ക് ജീവിക്കാൻ. ഒന്ന് പോയേടി. എന്ത് സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന വീടായിരുന്നു ഇതെന്നറിയാവോ? സന്തോഷം കളഞ്ഞതേ ദേവിക മോളാണോ? അല്ലേ? എന്നിവളിവിടെ കാല് കുത്തിയോ അന്ന് തുടങ്ങിയതാ ഈ വീടിന്റെ നാശം. അതിനുശേഷം സ്വസ്ഥതയും സമാധാനവും എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടോ ഇവിടെ ഉള്ളവര്? ഞാൻ അടുത്ത് തന്നെ പോവല്ലോ മുത്തശ്ശി, അപ്പൊ എല്ലാം ശരിയായിക്കോളും. എന്തോ ശരിയാവാൻ? ഒരിക്കൽ നശിച്ചാലേ നശിച്ചതാ, പിന്നെ അത്ര എളുപ്പമൊന്നും അല്ല അത് ശരിയാക്കി എടുക്കാൻ. ആ എന്തു പറയാനാ? മോളൊന്നും കാര്യമാക്കണ്ട. ഏയ് ഇല്ലച്ചാ, കേട്ട് കേട്ട് എനിക്കതൊരു ശീലായി. ഇപ്പൊ ഒന്നും കേൾക്കാതിരുന്നാലാ വിഷമം. ആ അച്ഛാ, നിത്യമോളുടെ പേരില് ഞാനൊരു വഴിപാട് നേർന്നിരുന്നു. ഒരു സഹായവും ഇല്ലാതെ നിത്യം നടക്കാൻ തുടങ്ങിയാല് അത് ചെയ്യാന്ന് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. ഞാനെന്നാ പോയി അത് ചെയ്തിട്ട് വരാച്ചാ. എടാ സിദ്ധു, പോകുമ്പോ നീ അവളെ കൂടെ കൊണ്ടുപോടാ. ആരെ? ചന്ദ്രയെ, അല്ലാതെ ആരെയാ? അവളും വക്കീല് തന്നെയാണല്ലോ. നിന്റെ ഓഫീസും കോടതിയൊക്കെ കണ്ടു അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? അതിന് ഞാനിന്ന് കോടതിയിലല്ലോ പോകുന്നത്. പിന്നെ ഞാൻ കളക്ടറേറ്റിലേക്കാ പോകുന്നത്. അതെന്തിനാ? അവിടെയാണോ നിനക്കിപ്പോ ജോലി? ഒരു ഹിയറിംഗ് ഉണ്ട് ചേച്ചിമേ. ആ, അയാളുടെ ആയിരിക്കും, ജയശങ്കറിന്റെ. അതെ. ജയിക്കാൻ പോകുന്നില്ല, തങ്കച്ചിയാ അപ്പുറത്ത്. അവര് കെട്ടേണ്ട എല്ലാ കാലുകളും കെട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ തന്നെ അപ്പർ കോർട്ടിൽ വാദിച്ചുകൊണ്ടിരുന്ന നീ എന്തിനാ ഇത്ര നിസ്സാര കാര്യത്തിന് നേരിട്ട് ഹാജരാവുന്നത്?
നിന്റെ വില പോയുള്ളൂ സിദ്ധു. അതൊന്നും ഞാൻ നോക്കുന്നില്ല ചേച്ചി. എങ്ങനെയെങ്കിലും ആ വീട് തിരിച്ചു പിടിച്ചു കൊടുക്കണം. അത് മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. കഷ്ടം, ഇങ്ങനെ ഒരുത്തനായി പോയല്ലോ നീ. എന്തിനാ ചേച്ചിയും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന? നല്ല കാര്യമല്ലേ സിദ്ധുട്ടൻ ചെയ്യുന്ന? തങ്കച്ചിക്കെതിരെ ഈ ഡിസ്പ്യൂട്ട് ജയിച്ച അതിന്റെ ഗുണം ആർക്ക്? സിദ്ധുട്ടന് തന്നെയല്ലേ? ആ ഗുണം ഇവൻ വേണ്ടെന്ന് വെക്കണമായിരുന്നു. സഹായിക്കാൻ പോകുന്ന ആരെയാ? ശത്രുപക്ഷത്ത് നിൽക്കുന്നവരെയാ. അങ്ങനെ ചെയ്യുന്നത് ബുദ്ധിയാണോന്നൊന്ന് ചിന്തിച്ചു നോക്ക്. ഇവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ തങ്കച്ചിക്ക് വേണ്ടിട്ട് അപ്പിയർ ചെയ്തേന്. എന്റെ പൊന്നു ചേച്ചി, ദയവ് ചെയ്ത് എന്നെ ഒന്ന് വെറുതെ വിട്. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ നല്ലതൊന്നും പറഞ്ഞില്ലെങ്കിലും ശപിച്ചു വിടല്ലേ. എന്റെ വാക്ക് തെറ്റിച്ച പിന്നെ ഞാൻ എന്താ വേണോടാ? അവരെ സഹായിക്കാൻ നിൽക്കണ്ടെന്ന് ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ? നീ കേട്ടോ? വെക്കോ. ഹിയറിങ്ങോ സെറ്റിൽമെന്റോ എന്ത് വേണമെങ്കിലും ചെയ്തു. ഗുണം പിടിക്കില്ല, അത്ര എനിക്ക് പറയാനുള്ളൂ. ചേച്ചിമ്മ വിഷമം കൊണ്ട് പറഞ്ഞതാ. സിദ്ധുട്ടന് കാര്യാക്കണ്ട. പോയിട്ട് ഇന്ന് സിദ്ധുട്ടന്റെ ദിവസമായിരിക്കും. സിദ്ധുട്ടൻ ജയിക്കാൻ പോകുന്ന ദിവസം. എടാ മോനെ, ഇന്നല്ലേ കളക്ട്രേറ്റില് ഏട്ടന്റെ ഹിയറിംഗ്? അതെ. അവർക്ക് മാത്രമേ ഹിയറിംഗിന് പോകാൻ പറ്റുള്ളൂ, അതോ നമുക്കും പോകാൻ പറ്റുമോ? കളക്ട്രേറ്റില് ആർക്കും വേണമെങ്കിലും പോവാലോ മമ്മ. കളക്ട്രേറ്റിൽ പോയാ പോരാ, കളക്ടറെ ഒന്ന് കാണണം. ഞാൻ ഇതുവരെ കളക്ടറെ നേരിട്ട് കണ്ടിട്ടില്ല മോനെ. കാണാൻ തിരിക്കുന്നു. എന്നാലും അങ്ങനെയല്ലല്ലോ, ഒരു മോഹം. നീ എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോകാമോ? എന്നിട്ട് വേണം അങ്കിളുടെ വായിരിക്കുന്ന ഞാൻ കേൾക്കാൻ. ഈ മമ്മയുടെ ഒരു കാര്യം, മമ്മയ്ക്ക് ബുദ്ധി എന്ന് പറയാൻ സാധനമില്ല. ഇല്ല, അതുകൊണ്ടാണല്ലോ നിന്നെ പോലെ ഒരു മോനെ ഞാൻ സഹിക്കുന്നേ. അതുകൊണ്ടിപ്പോ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. അങ്കിളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ രക്ഷിക്കാൻ ഞാൻ വന്നല്ലോ. അത് നിന്റെ കടമയല്ലേ? കുഞ്ഞായിരുന്നപ്പോഴേ ഞാൻ നിന്നെ നോക്കിയതല്ലേ. എനിക്ക് വയസ്സാവുമ്പോ നീ എന്നെ നോക്കണം. നോക്കുന്നുണ്ടല്ലോ. എന്നിട്ട് നീ എന്റെ ആഗ്രഹം സാധിച്ചു തന്നില്ലല്ലോ. കളക്ടറേറ്റിലേക്ക് പോകാൻ പറ്റില്ല. ഒന്നാമത് കളക്ടറുടെ മുമ്പിലല്ല ഹിയറിംഗ്, ആരുടെയുടെ മുമ്പിലാ. അദ്ദേഹത്തിന്റെ ചേംബറിലേക്ക് അങ്ങനെ എല്ലാവർക്കും കൂടി ഇടിച്ചു കയറി പോകാനൊന്നും പറ്റില്ല. കളക്ടറെ കാണാൻ മോഹം ഉണ്ടെങ്കിൽ അതിന് വേറൊരു ദിവസം ഞാൻ അമ്മയെ കൊണ്ടുപോവാം. ഇന്നല്ല, ഇന്ന് അവരുടെ ദിവസം, അങ്കിളിന്റെയും തങ്കച്ചിയുടെയും.